നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് വളരെയധികം ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു മുന്നേറ്റ നിര ത്രയമായിരുന്നു എം കൂട്ടുകെട്ട്. നമുക്കറിയാം, ലയണൽ മെസ്സി PSG വന്നതോടുകൂടിയായിരുന്നു PSG മെസ്സി, നെയ്മർ, എംബപ്പെ ത്രയം ഉടലെടുത്തത്. പക്ഷേ ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഒരു നേട്ടങ്ങൾ ഒന്നും കരസ്ഥമാക്കാൻ ഈ മുന്നേറ്റ നിരക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ സമ്മറിൽ നെയ്മറും മെസ്സിയും PSG എന്ന ക്ലബിനോട് വിട പറയുകയും ചെയ്തു. ഇപ്പോൾ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് കിലിയൻ എംബപ്പയും PSG ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ആ ഒരു യുഗത്തിന് വിരാമമായിട്ടുണ്ട്. എന്നാൽ PSG പ്രസിഡന്റായ നാസർ അൽ ഖലീഫി ഹാപ്പിയാണ്. ഈ മൂന്ന് താരങ്ങളും തങ്ങളാൽ കഴിയുന്നത് ടീമിന് വേണ്ടി ചെയ്തു എന്നാണ് ഖലീഫി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ യുഗമാണ്. മെസ്സി, നെയ്മർ, എംബപ്പെ യുഗം അവസാനിച്ചിരിക്കുന്നു. അവരുടെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം അവർ സാധ്യമായതെല്ലാം ഈ ക്ലബിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അവരുടെ പുതിയ ചാലഞ്ചുകൾക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. പക്ഷേ ഒരു ക്ലബ്ബ് എന്ന നിലയിൽ സ്റ്റാർ എന്നത് കളക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. PSG ഫോക്കസ് ചെയ്യുന്നത് കളക്റ്റീവ് ആയിട്ടുള്ള നേട്ടങ്ങളിലാണ്. ഞങ്ങൾക്കിപ്പോൾ ഒരു മികച്ച ടീമും ഒരു മികച്ച പരിശീലകനുമുണ്ട്. ഇതാണ് PSG പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനമാണ് PSG നടത്തിയിട്ടുള്ളത്. 3 കിരീടങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ കഴിഞ്ഞില്ല എന്നത് അവർക്ക് തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു. എംബപ്പയെ നഷ്ടപ്പെട്ടതും PSG സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം അവരുടെ ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനെയാണ് PSG ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.